പാർക്ക്. ഞങ്ങളുടെ ലോക്കൽ പാർക്കിലോട്ട് ഗൈസ് ഞമ്മളൊപ്പം വരുന്നുണ്ട്. കിട്ടിയ സാധനം കിട്ടി. പാർക്കിലോ എത്താനായിട്ടുണ്ട്. വലിയ പാർക്കാണ്. ഇതൊക്കെ ലിറ്റിൽ ഫ്ലവർ ഗൈസ് നമ്മൾ എന്താണ് മുറിയുകയാണ് ഗൈസ്. പോയി കഴിഞ്ഞാൽ മൂട് നനയാൻ സാധ്യതയുണ്ട്, അതേപോലെ മൂടി പോവാനും സാധ്യതയുണ്ട്, ആളുകളുണ്ട്. ഇതാണ് നമ്മുടെ മാധവ് ഗൈസ്. ഇല്ല, ഞാൻ അവിടെ പഠിച്ചിട്ടില്ല ഗൈസ്. ഇതാണ് നമ്മുടെ ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ കരിനച്ചി. ഇതാണ് ഗൈസ് പള്ളി. നമ്മൾ ഇവിടുന്ന് റീലൊക്കെ ഇട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. കം ഗോ. അത് കുഴപ്പമില്ലടി, ഉണ്ടല്ലടി ഗൈസ്. നമ്മുടെ ആനപ്പാർക്ക് കാണണോ നിങ്ങൾക്ക്? ഇതാ 2 റൈഡുകളുള്ള നമ്മുടെ പാർക്ക് ഇതായിട്ടിരിക്കുന്നു. പക്ഷെ ആദിഫും ആബിസും അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുന്നതായിരിക്കും. കുഴപ്പമില്ല, ഇരുന്നോളി, ഞാൻ കറക്കിത്തരാം ഗൈസ്. ഇവിടെയൊക്കെ ചീഞ്ഞിട്ടുണ്ട്, വേണ്ട. ഇനി നമുക്ക് നമ്മുടെ പാർക്ക് അതിലിരുന്നോ, ഞാൻ കറക്കിത്തരാം നിങ്ങക്ക്. അയ്യോ, ഇതാ ഞാൻ പോകുന്നു ഗൈസ്. ഇതാ ഇവർ പോകുന്നു ഗൈസ്. തല കറക്കി എന്താ റോളർ കോസ്റ്റർ, തല കറങ്ങി കിടക്കുന്ന പാർക്ക്. സന കറക്കിക്കൊടുക്കുന്നു. സനക്ക് ഭയങ്കര മടി. സന ഇത് ഈ റൈഡിൽ കയറുന്നില്ല ആരും. ഹാദിയ റീലെടുക്കാൻ വേണ്ടി വന്നതാണ്. അതാണ് ഈ കാട്ടിക്കുട്ടുന്നത് മുഴുവൻ. ഷോയാണ് ഷോ. വോയിസ് കൊടുക്കും. മതി ഗൈസ്. വെറും ഷോയ്, പട്ടി ഷോ. ആദിഫേ വിരല് മാറണ്ട. ആദിഫേ വാ വാ വാ. റീലെടുക്കാൻ വേണ്ടി വന്നതാണ്. നല്ല പ്രകൃതി രമണീയമായ ഹൗസാണ് ഗൈസ്. പ്രകൃതി രമണീയമായ സ്കൂളാണ് ഗൈസ് നമ്മുടെ ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ കരിനച്ചി. അയ്യോ ഗൈസ്, നമ്മുടെ ഭാഗ്യക്കുറവിനാൽ ഇത് പൂട്ടിയിട്ടില്ല ഗൈസ്. ലിറ്റിൽ ഫ്ലവർ LP കരിനച്ചിയിൽ ചരിത്ര വിജയമാണ്. 7 LSS വിജയികളാണ്. 7 LSS വിജയികൾ. ഇതിലൂടെ നമുക്ക് അത് കുഴപ്പമില്ല, നമുക്ക് കയറി നോക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ ആകെ പുകയുന്നുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ സ്കൂൾ. അടുത്ത സ്ഥലം എടുക്കെടുക്ക് ഗൈസ്. ഇവിടെ നിന്നിട്ട് നമുക്ക് ഒരു വൃത്തികെട്ട പഴം കണ്ടിട്ടുണ്ട്. പുള്ളിപ്പഴാണെന്ന് ഞാൻ ആദിഫിന്റെ നിഗമനം. ആദിഫ് ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഊഞ്ഞാലാടിസന ചെന്ന് ഊഞ്ഞാലാടിസന ആദി സന ഊഞ്ഞാലാടുന്നതാണ് ഗായ്സ്. ചെന്നാദിഫ ഊഞ്ഞാലിട്ട് ഊഞ്ഞാലടിക്കാദിഫ ചെല്ലു. അതാ ഊഞ്ഞാൽ. സന ഊഞ്ഞാലാട്.
ഞാൻ കട്ടയും കട്ടയൂല അല്ല വയറലാക്കാം. നല്ല ഭംഗിയുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി അവർ വരച്ചിരിക്കുന്നു ചിത്രങ്ങൾ. ആ മുതൽ ഇർ വരെ, എ മുതൽ സെഡ് വരെ. ആദ്യം ഹംസ കാട്ടിക്കൊടുത്താ. ഗൈസ് ഇത് നോക്ക്. എന്ത് തരം പഴമാണ് നമുക്കറിയില്ല. ഒന്ന് പറിച്ചു നോക്കാം. ഇത് എന്ത് പഴമാണ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഇത് എനിക്കറിയാം, അത്തിപ്പഴം. നമ്മളെ എന്താണ് ഇവിടുന്ന് കൊണ്ടുവരില്ല ഗൾഫിൽ നിന്നൊക്കെ, ആ പഴമാണ്. പക്ഷെ നല്ല ഭംഗിയുള്ള സ്കൂളാണ് LP സ്കൂൾ, ലിറ്റിൽ ഫ്ലവർ സ്കൂൾ. നല്ല നമുക്ക് അതിലൂടെ ഇവരുടെ വാഷ്റൂമിലോട്ടൊന്ന് പോയേക്കാം. എന്ത് വൃത്തിയായിട്ടാണ് ഇവര് അതൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത്. നമുക്ക് കണ്ടോ നല്ല അടിപൊളി വാഷ്റൂം ഒക്കെയാണ്. നമുക്ക് അവിടേക്ക് മാത്രമേ ഇതുള്ളൂ. സംഭവം എന്താ വെച്ചാല് ബാക്കിയൊക്കെ അവർ പൂട്ടിയിട്ടു ഗൈസ്, പൂട്ടിയിട്ടു. ഇനി നമ്മളെ സ്കൂള് മുഴുവനായിട്ടായ സയൻസ് ലാബ് ഉണ്ട്, അവിടെ ലൈബ്രറി ഉണ്ട്, ഒക്കെ ഉണ്ട്. സയൻസ് ലാബ്, ലൈബ്രറി. നമുക്ക് അവിടേക്കൊന്ന് പോയേക്കാം. കഞ്ഞിപ്പുര സയൻസ് ലാബ്, ലൈബ്രറി അതിലൊക്കെ അടിപൊളി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന് ഇവിടെ പഠിച്ച ഒരാളാണ്. ഇവന് സംബന്ധിച്ച് ഇവന് ഇവിടേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇവിടെ ഒഴിവാക്കിയത്. അല്ലെങ്കിൽ ഇവിടെ നല്ലൊരു സ്കൂളാണ്. ഇങ്ങോട്ട് വരാം. ഇതാണ് വായനക്കൂടാരം. വായനക്കൂടാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എന്താണ് നല്ല രസമുള്ള ചിത്രം നോക്ക്. റെനി വർഗീസ് HM ആണ്. സയൻസ് ലാബ് നോക്കി. നമുക്ക് വീട്ടിലോട്ട് പോകാൻ ആരോ വരുന്നത് പോലെ വന്നാലും പ്രശ്നമൊന്നുമില്ല. എന്നാലും നോക്ക്. അതിന് നമ്മള് ഈ സ്കൂള് കാണിച്ചു തന്നൊന്നും അത്രേ ഉള്ളൂ. ഇതാക്കണ സാധനം അന്തപ്പെട്ടേക്കുന്നു. എന്ത് തരം സാധനമാണ് അത്? പൊട്ടിച്ച ഓടിയാക്കുന്നാസാവുന്നു. ആബിക്കാം. ഇതാണ് ഇവരുടെ സ്റ്റേജ് തോന്നുന്നു. നല്ലൊരു സ്കൂളാണ്. എന്താ നാസാക്കണേ? സനത് പൂട്ടണം കേട്ടോ. ഗൈസ് നമ്മളെ സ്കൂൾ പൂട്ടിയിരിക്കുന്നു. അബി നമുക്ക് പോവല്ലേ? ബാ. വീട് നിർത്തില്ല. നിർത്തുന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. നമുക്ക് തീക്കൂടെ ഇറങ്ങാം. പോവാണ്. നല്ല രസമുള്ള ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളെ വീട്ടിൽ പോണ ആ മെയിൻ റോഡാണ് ഈ കാണുന്നത്. ഇനി നമ്മളെ വീട്ടിലേക്ക് പോവാണ്. നമ്മളെ വീട്ടിലേക്ക്
ഞങ്ങൾ വീട്ടിൽ പോവാണ് ആദ്യം കുട്ടിൻ്റെ ഒരു കാട്ടി അല്ലമ്മേ വീഡിയോ നല്ലൊരു റബ്ബർ തോട്ടം നമ്മൾ പോവുകയാണ്. അങ്ങനല്ലോ അതിന് മീനുണ്ടോ ഞങ്ങള് നൂരിഫാന് ഫസ്റ്റ് കച്ചറേന് ഇങ്ങോട്ട് ഫക്കാട്ടി ഞങ്ങൾ വീട്ടിലെത്തി